ഹലോ എവരി വൺ, ഈദ് മുബാറക്. ഇതൊരു ചെറിയ ഈദ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. നമ്മൾ 3 പേരും ഒറ്റയ്ക്കുള്ള ആദ്യത്തെ ഈദാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലാകുമ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ. ഇവിടെ ഇക്കായും ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് ബന്ധുക്കളോ കസിൻസോ അങ്ങനെ ആരുമില്ല. അപ്പം നമ്മൾ മാത്രം ഉണ്ടാവുന്ന ഒരു ഈദ് ഡേ ആണ്. പെരുന്നാളൊക്കെ അല്ലേ, ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ കുറച്ച് നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി ബക്കൂർ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയണമെന്ന് തോന്നുന്നു. ബക്കൂർ, എനിക്കെന്തോ പ്രൊനൗൺസിയേഷൻ അറിയാൻ വയ്യ. ഇതിന് മുന്നേ ആയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് ഡ്രസ്സ് എടുപ്പും അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്കൊന്ന് ആദ്യം കണ്ടിട്ട് വരാവേ. ഇത് നമ്മളെ പെരുന്നാളിൻ്റെ തലയ്ക്കും തലേ ദിവസമാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് കടയിൽ കയറിയിട്ടും എനിക്ക് എൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല. ആ ഏരിയയിലുള്ള എല്ലാ കടയിലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം വേറെ ഷോപ്പിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് കിച്ചണിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി 20+ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ പോയത് സെൻട്രൽ മാളിലോട്ടാണ്. അവിടുന്ന് അൽബയ്ക്ക് കയറി ബർഗറും പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇക്കാക്ക് ഷർട്ട് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തന്നെയാണ് മോനും ഡ്രസ്സ് എടുത്തത്. നമ്മൾ സെൻട്രൽ മാളിലുള്ള R&Bയിലാണ് കയറിയെടുത്തത്. പെരുന്നാൾ ഫ്രൈഡേ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇന്നലത്തെ ഷോപ്പിംഗ് ഡ്രസ്സ് എടുക്കുന്നതിലൂടെ അങ്ങ് നിർത്തി. ഡ്രസ്സ് നോക്കി തന്നെ കുറച്ചധികം ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിയാണ് നമ്മൾ ലുലുവിൽ പോയിട്ട് മട്ടനും ചിക്കനും ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ നമ്മൾ വീട്ടിൽ വന്ന് നാളെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തൂത്തുവാരി തുടച്ച് എല്ലാം ക്ലീൻ ചെയ്തു. അങ്ങനെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ വൈബ് ഒന്ന് കാണാൻ വേണ്ടി കോർഫക്കാൻ വരും ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ച്. എന്നിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 2 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കയ്യിൽ മെഹന്തി കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ ആ പാതിരാത്രി ഇരുന്ന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് ഞാൻ മെഹന്തിയൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എണീക്കാൻ കുറച്ച് പാടായിരുന്നു, ലേറ്റായിട്ട് ഉറങ്ങിയോണ്ട് തന്നെ. പിന്നെ പെരുന്നാളാണല്ലോ, അതുകൊണ്ട് തന്നെ നേരത്തേക്ക് എണീക്കണ്ടേ. അപ്പോൾ ഒന്ന് ഉഷാറാവാൻ വേണ്ടി ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചു. പെരുന്നാൾ ദിവസമായിട്ട് അധിക നേരവും കിച്ചണിൽ തന്നെ അങ്ങനെ നിൽക്കാതിരിക്കാൻ ഞാൻ ഇന്നലെ തന്നെ ഇന്നത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഒരട്ടിയും മട്ടൻ കറിയാണ്. അപ്പോൾ ഒരട്ടി ഉണ്ടാക്കാൻ എനിക്ക് ഇവിടെ പ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം നാട്ടിലെ ഒരു മിസ്സിങ് മാറാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഒരട്ടി ഉണ്ടാക്കുന്നത്. അതും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നാട്ടിലാണെങ്കിൽ ഇതൊന്നും അറിയണ്ട, നേരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരുന്നാൽ മതി. അപ്പോൾ ഉമ്മ നല്ല ഒരട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരും. എൻ്റെ വീട്ടിൽ പെരുന്നാൾ ദിവസങ്ങൾക്ക് രാവിലെ ഇടിയപ്പോ ഒരട്ടിയൊക്കെ ആയിരിക്കും. അതൊരു മിസ്സിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇന്നലെ ഉറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലേറ്റായിന്ന്. അപ്പം എൻ്റെ കൂടെ എൻ്റെ പുത്രനും ഉറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോഴത്തേക്കും ആശ നല്ല വാശിയിലായിരുന്നു. അവൻ്റെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് അവൻ ഇനിയും ഉറങ്ങണം. അങ്ങനെ ഇക്കരെ കയ്യിലിരുന്ന് ആശാനങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ അവനെ കിടത്തിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം എന്നിട്ടാണല്ലോ നമ്മുടെ മെയിൻ സാധനം വരുന്നത്, ബിരിയാണി. അങ്ങനെ ബിരിയാണി എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ചിക്കൻ ഫ്രൈയും സലാഡും എല്ലാം റെഡിയാക്കി. കഴിക്കാനിരിക്കുന്ന നേരമാണ് നമ്മൾ 7up വാങ്ങിയില്ലല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ നേരെ നമ്മൾ കടയിൽ പോയിട്ട് 7up വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. പാത്രമൊന്നും കഴുകാൻ വയ്യാത്തതുകൊണ്ട് സൂപ്പർ വിരിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി കഴിച്ചത്. ഇതായിരുന്നു എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ്. നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ കൊണ്ടുവന്ന ടൈമിൽ എനിക്കിതിൻ്റെ ഷോൾ ഞാൻ നാട്ടിൽ വെച്ച് മിസ്സായിപ്പോയി. അങ്ങനെ ഷോൾ എടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ഇത് ഇടാതെ വെച്ചിരുന്നത്. അതെന്തായാലും കാര്യമായി. എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടൊരു ഷോപ്പിൽ കയറിയാൽ എനിക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതേസമയം ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട അങ്ങനെ എടുക്കാറാണ് ഞാൻ കൂടുതലും. ഇടാനെടുത്ത് വെച്ചിരുന്ന വാച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തന്നിട്ടുണ്ട് എൻ്റെ പുത്രൻ. ഇന്ന് ഞാൻ ഡെസേർട്ടിനായിട്ട് ഉണ്ടാക്കിയത് കുനാഫയും ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങും ആയിരുന്നു. പക്ഷേ ബിസ്ക്കറ്റ് പുഡിങ് അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ബാക്കപ്പിനായിട്ട് കുനാഫയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുനാഫ ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇത് കഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങിയതിന് ശേഷമാണ് നമ്മളിത് ഓർക്കുന്നത്. അങ്ങനെ എടുത്ത് കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷീസ് പാർക്കിലോട്ടാണ് പോകുന്നത്. അവിടെ നല്ല ക്രൗഡായിരുന്നു. നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു റോഡ് കണ്ടത്. ഇതിൻ്റെ എൻഡിലൊരു വാട്ടർഫാളൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയതെങ്കിലും നമ്മൾ കുറച്ചധികം പോയപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു പേടിയായതുകൊണ്ട് തിരിച്ച് പോയി.
കണ്ടാൽ പിന്നെ നമ്മൾ ആരെയും വേണ്ട, അത് എത്ര ദൂരെയാണെങ്കിലും അവൻ അത് കണ്ടുപിടിച്ചിരിക്കും. നമ്മളുടെ 3 പേരുടെയും ഈദ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു.